ഇംഗ്ലീഷ് ടുഡേയുടെ 26ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ മുഹമ്മദ് സഫ്വാൻ. വെൽക്കം ടു ദ ഇംഗ്ലീഷ് ടുഡേ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാൻ പോവുകയാണ്. അതിന്റെ മുന്നേ ആയി നമ്മളെ ക്ലാസ് എന്ന് പറയുന്നത് ഓർഡർ ക്രമത്തിൽ തന്നെ കാണുക. എല്ലാം പാർട്ടായിട്ടുള്ള ക്ലാസ്സുകളാണ് ഇത് വരുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് അതിന്റെ ഓർഡർ ക്രമത്തിൽ ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രം എന്ന് പറയുന്നത് അടുത്ത ക്ലാസ്സുകൾ കാണുക. ക്ലാസിന്റെ എല്ലാ ക്ലാസിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഓർഡർ ക്രമത്തിൽ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ 100% ഉറപ്പാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കുഡ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ആ കുഡിന്റെ എന്ന് പറയുന്നത് കുഡ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കൂടാതെ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത എങ്ങനെയാണ് ഒരു കാര്യം പറയുക, കുഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കാര്യം പറയുക, അതുപോലെ തന്നെ കുഡ് വെച്ചിട്ട് എങ്ങനെയാണ് ചോദ്യം, ഈ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യം കൂടി ചേർത്തുകൊണ്ട് നമ്മൾ അവസാനം എന്ന് പറയുന്നത് ചോദ്യം ഉത്തര രീതികളും എന്ന് പറയുന്നത് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നുണ്ട്. നിനക്ക് പഠിക്കാൻ കഴിഞ്ഞോ എന്നങ്ങനെ ചോദിക്കും. കുഡ് യു സ്റ്റഡി, നിനക്ക് പഠിക്കാൻ കഴിഞ്ഞോ. ഈ കഴിഞ്ഞോ എന്നുള്ള രീതിയിലുള്ള അർത്ഥം മാത്രമല്ല ഇതിന് വരുമോ, ഒരുപാട് രീതിയിലുള്ള അർത്ഥങ്ങളൊക്കെ വരും. അതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ നോക്കും. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്ന് പറയുന്നത് പറഞ്ഞതാണ് എത്ര രീതിയിലുള്ള അർത്ഥങ്ങൾ വരും. അത് മാത്രമല്ല ഇതിനും പുറമേ എന്ന് പറയുന്ന ഒരുപാട് സാഹചര്യത്തിൽ കുഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ വരും ദിവസങ്ങളിൽ എന്ന് പറയുന്നത് അതൊക്കെ പഠിക്കും. നമുക്കതിന്റെ സ്ട്രക്ചർ നോക്കാം. ആദ്യം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ചോദ്യമാണ് രീതിയിലാണ് വരുന്നതെങ്കിൽ ഒരിക്കലും എന്ന് പറയുന്നത് ഒരു വ്യക്തികൾ ആദ്യം വരൂല. എന്താണോ ആ സാഹചര്യം നിശ്ചയിക്കുന്നത്, ഇപ്പം ഇവിടെ എന്ന് പറയുന്നത് കുഡാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം വരുന്നത്. കുഡാണ് ആദ്യം ചേർക്കുക. രണ്ടാമതായിട്ട് വരിക എന്ന് പറയുന്നത് ആരാണോ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഇപ്പൊ എന്ന് പറയുന്നത് നമ്മൾ ഉദാഹരണം പറഞ്ഞത് കുഡ് യു സ്റ്റഡി, നിനക്ക് പഠിക്കാൻ കഴിഞ്ഞോ എന്നുള്ളതാണ്. അപ്പോൾ കുഡ് യു ആണ് പ്രവൃത്തി ചെയ്യുന്നത്. രണ്ടാമത് പറയുന്നത് യു ചേർത്ത് കൊടുക്കുക. മൂന്നാമതായിട്ട് എന്താണോ പ്രവൃത്തി, ആ പ്രവൃത്തി ചേർത്ത് കൊടുക്കുക. ഇവിടെ എന്ന് പറയുന്നത് പ്രവൃത്തി വരുന്നത് സ്റ്റഡി ആണ് വരുന്നത്. അപ്പൊ സ്റ്റഡി ചേർക്കാം. സ്റ്റഡി എന്ന് പറയുമ്പോൾ V1 തന്നെ ചേർക്കണം, അല്ലാതെ V2 V3 ഒന്നും പറയരുത്. അതെല്ലാം പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സ്ട്രക്ചർ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുക. അത് എന്ന് പറയുന്നത് ഒരിക്കലും മാറിപ്പോരുത്, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോരുത്. ഈ സ്ട്രക്ചറാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഈ കാര്യം കൃത്യമായി നിങ്ങൾ പഠിച്ചാൽ മതി. എന്നാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഈ സ്ട്രക്ചർ ഫോളോ ചെയ്യുക. അതുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും എന്ന് പറയുന്നത് ഞാൻ സ്ട്രക്ചറും കൂടി ഇതിന്റെ കൂടെ എന്ന് പറയുന്നത് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. നമുക്കതിന്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. നിനക്ക് വായിക്കാൻ കഴിഞ്ഞോ എന്നങ്ങനെ ചോദിക്കും. കുഡ് യു റീഡ്, നിനക്ക് വായിക്കാൻ കഴിഞ്ഞോ. അവൾക്ക് നടന്ന വിജയിക്കാൻ കഴിഞ്ഞോ എന്നങ്ങനെ ചോദിക്കാം. വിജയിക്കുക എന്നുള്ളത് വിൻ എന്നുള്ളതാണ്. കുഡ് ഷീ വിൻ, അവൾക്ക് വിജയിക്കാൻ കഴിഞ്ഞോ. അവർക്ക് നടക്കാൻ കഴിഞ്ഞോ എന്നങ്ങനെ ചോദിക്കും. കുഡ് ദേ വാക്ക്, അവർക്ക് നടക്കാൻ കഴിഞ്ഞോ. അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ എന്നങ്ങനെ ചോദിക്കും. കുഡ് ഷീ സ്പീക്ക്, അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ. അവർക്ക് ചെയ്യാൻ കഴിഞ്ഞോ എന്നങ്ങനെ ചോദിക്കും. കുഡ് ദേ ഡു, ഡു എന്നുള്ളതാണ് ചെയ്യുക. അവർക്ക് ചെയ്യാൻ കഴിഞ്ഞോ. നിനക്ക് എന്ന് പറയുന്നത് എഴുതാൻ കഴിഞ്ഞോ എന്നങ്ങനെ ചോദിക്കും. കുഡ് യു റൈറ്റ്, നിനക്ക് എഴുതാൻ കഴിഞ്ഞോ. അവൾക്ക് എന്ന് പറയുന്നത് കാണാൻ കഴിഞ്ഞോ എന്നങ്ങനെ ചോദിക്കും. അവൾക്ക് കാണാൻ കഴിഞ്ഞോ. കുഡ് ഷീ സീ, അവൾക്ക് കാണാൻ കഴിഞ്ഞോ. നമുക്കിതിന്റെ കൂടെ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സുകൾ ചേർത്തുകൊണ്ടും ചോദ്യം ചോദിക്കാൻ പറ്റുന്നതാണ്. ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്നത് എന്ത്, എവിടെ, എപ്പോൾ, ആര് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയാണ് വരുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇത് എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ ചേർക്കുക. ഇതിന്റെ കൂടെ ചേർക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. ആദ്യമാണ് ഇതിന്റെ കൂടെ ചേർക്കേണ്ടത്, ആദ്യമാണ് ചേർക്കേണ്ടത്. കുഡിന്റെയും മുന്നേ ആണ് ഇത് ചേർക്കേണ്ടത്. നിനക്ക് എന്ത് പഠിക്കാൻ കഴിഞ്ഞു എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. വാട്ട് കുഡ് യു സ്റ്റഡി, നിനക്ക് എന്ത് പഠിക്കാൻ കഴിഞ്ഞു. അതിന്റെ സ്ട്രക്ചർ ആകുമ്പോൾ ആദ്യം എന്ന് പറയുന്നത് വാട്ട് എന്നുള്ളത് ക്വസ്റ്റ്യൻ വേർഡ്സ് വെക്കുക. രണ്ടാമത് എന്ന് പറയുന്നത് കുഡ് വെക്കുക. മൂന്നാമത് ആരാണോ ഒരു കാര്യം ചെയ്യുന്നത് അത് വെക്കുക. നാലാമതായിട്ട് എന്താണോ പ്രവൃത്തി ചെയ്യുന്നത് അത് ചേർക്കുക. ഇതാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് തന്നെ ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ക്വസ്റ്റ്യൻ വേർഡ്സുകൾ വെച്ചിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. നിനക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നങ്ങനെ ചോദിക്കും. വാട്ട് കുഡ് യു ഡു, നിനക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു. അവൾക്ക് എവിടെ ഉറങ്ങാൻ കഴിഞ്ഞു എന്നങ്ങനെ ചോദിക്കും. എവിടെ എന്നുള്ളത് വേർ എന്നുള്ളതാണ്. വേർ കുഡ് ഷീ സ്ലീപ്പ്, അവർക്ക് എവിടെ ഉറങ്ങാൻ കഴിഞ്ഞു. അവർക്ക് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്നങ്ങനെ, എങ്ങനെ എന്നുള്ളത് ഹൗ എന്നുള്ളതാണ്. ഹൗ കുഡ് ദേ ഡു, ഹൗ കുഡ് ദേ ഡു, അവർക്ക് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു. അവർക്ക് എങ്ങനെ ചോദിക്കാൻ കഴിഞ്ഞു എന്നങ്ങനെ ചോദിക്കും. എങ്ങനെ എന്നുള്ളത് ഹൗ എന്നുള്ളതാണ്. ചോദിക്കുക എന്നുള്ളത് ആസ്ക്. ഹൗ കുഡ് ദേ ആസ്ക്, അവർക്ക് എങ്ങനെ ചോദിക്കാൻ കഴിഞ്ഞു.
അവന് എത്ര പുസ്തകങ്ങൾ വായിക്കാൻ കഴിഞ്ഞു എന്നങ്ങനെ ചോദിക്കും. ഹൗ മെനി ബുക്സ് കുഡ് ഹി റീഡ്? അവനിക്ക് എത്ര പുസ്തകങ്ങൾ വായിക്കാൻ കഴിഞ്ഞു. നമ്മളിപ്പോ നോക്കിയ ചെറിയ ഒരു 3-4 വാക്കുകൾ ചേർത്തിട്ടുള്ള ഉദാഹരണങ്ങളാണ് നോക്കിയത്. നമുക്ക് കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ നല്ലതുപോലെ ഈ കുഡും ഉപയോഗിച്ചിട്ട് സംസാരിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് അടുത്ത് നോക്കാം. നിനക്ക് അവളെ സഹായിക്കാൻ കഴിഞ്ഞോ എന്നെങ്ങനെ ചോദിക്കാം. കഴിഞ്ഞോ, സാധിച്ചോ, കഴിയുമായിരുന്നോ, അങ്ങനെ പല അർത്ഥങ്ങളും എന്ന് പറയുന്ന ഇതിന് വരും. അങ്ങനെ ചോദിക്കാൻ പറ്റും. കുഡ് യു ഹെൽപ്പ് ഹെർ? നിനക്ക് അവളെ സഹായിക്കാൻ കഴിഞ്ഞോ. നിനക്ക് 10ാം ക്ലാസ് വിജയിക്കാൻ കഴിഞ്ഞോ എന്നെങ്ങനെ ചോദിക്കാം. കുഡ് യു പാസ് 10th? നിനക്ക് 10ാം ക്ലാസ് വിജയിക്കാൻ കഴിഞ്ഞോ. നിനക്ക് അവളെ മറക്കാൻ കഴിഞ്ഞോ എന്നെങ്ങനെ ചോദിക്കാൻ. കുഡ് യു ഫോർഗെറ്റ് ഹെർ? ഫോർഗെറ്റ് എന്നുള്ളതാണ് മറക്കുക എന്ന് പറയുന്നത്. കുഡ് യു ഫോർഗെറ്റ് ഹെർ? നിനക്ക് അവളെ മറക്കാൻ കഴിഞ്ഞോ, അല്ലെങ്കിൽ സാധിച്ചോ, പറ്റിയോ, കഴിയുമായിരുന്നോ എന്നൊക്കെ അർത്ഥം പറയാം. അവർക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞോ എന്നെങ്ങനെ ചോദിക്കാം. പങ്കെടുക്കുക എന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറയും. കുഡ് ദേ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മീറ്റിംഗ്? മീറ്റിങ്ങിൽ, ഇൻ എന്ന് പറയുന്ന ഇൽ എന്നാണ് പറയുന്നത്. ഇൻ ദ മീറ്റിംഗ്, മീറ്റിങ്ങിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. അവർക്ക് ഇവിടെ നേരത്തെ എത്താൻ കഴിഞ്ഞോ എന്നെങ്ങനെ ചോദിക്കാം. അവർക്ക് ഇവിടെ നേരത്തെ എത്താൻ കഴിഞ്ഞോ. കുഡ് ദേ റീച്ച് ഹിയർ ഏർലി? ഏർലി എന്നുള്ളതാണ് നേരത്തെ എന്ന് പറയുന്നത്. കുഡ് ദേ റീച്ച് ഹിയർ ഏർലി? അവർക്ക് ഇവിടെ നേരത്തെ എത്താൻ കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. അവൾക്ക് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ കഴിഞ്ഞോ എന്നെങ്ങനെ ചോദിക്കാം. അവൾക്ക് ഒരുപാട് പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ മെനി ബുക്സ് എന്ന് പറയും. കുഡ് ഷീ റീഡ് മെനി ബുക്സ്? അവൾക്ക് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ കഴിഞ്ഞു. അടുത്ത ഉദാഹരണം നോക്കാം. അവൾക്ക് അവളുടെ കുട്ടിക്കാലത്ത് നന്നായി പാട്ട് പാടാൻ കഴിയുമായിരുന്നോ എന്നെങ്ങനെ ചോദിക്കാം. കഴിയുമായിരുന്നോ, കഴിഞ്ഞോ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും. കുഡ് ഷീ സിംഗ് വെൽ ഇൻ ഹർ ചൈൽഡ്ഹുഡ്? ചൈൽഡ്ഹുഡ് എന്നുള്ളതാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്. ഇൻ ഹർ ചൈൽഡ്ഹുഡ്, അവളുടെ കുട്ടിക്കാലത്ത് അവൾക്ക് നന്നായി പാട്ട് പാടാൻ കഴിയുമായിരുന്നോ അല്ലെങ്കിൽ കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. അവന് ആ പ്രശ്നം തരണം ചെയ്യാൻ കഴിഞ്ഞോ എന്നെങ്ങനെ ചോദിക്കാം. തരണം ചെയ്യുക എന്ന് പറയുമ്പോൾ ഓവർകം ചെയ്യുക എന്ന് പറയും. ഓവർകം എന്ന് പറയും. അവന് ആ പ്രശ്നം തരണം ചെയ്യാൻ കഴിഞ്ഞോ. കുഡ് ഹി ഓവർകം ദാറ്റ് പ്രോബ്ലം? ദാറ്റ് എന്ന് പറയുന്ന അത്, പ്രോബ്ലം പ്രശ്നം. ആ പ്രശ്നം അവന് തരണം ചെയ്യാൻ കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. അരുണിന് മത്സരം വിജയിക്കാൻ കഴിഞ്ഞോ എന്നെങ്ങനെ ചോദിക്കാം. കുഡ് അരുൺ വിൻ ദ മാച്ച്? അരുണിന് മത്സരം വിജയിക്കാൻ കഴിഞ്ഞോ അല്ലെങ്കിൽ കഴിയുമായിരുന്നോ, അങ്ങനെ പല അർത്ഥങ്ങളും പറയാം. ഓക്കെ, അടുത്ത ഉദാഹരണം നോക്കാം. നിനക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിഞ്ഞോ എന്നെങ്ങനെ ചോദിക്കാം. നിനക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിഞ്ഞോ. കുഡ് യു ഗെറ്റ് അപ്പ് ഏർലി? ഏർലി എന്നുള്ളതാണ് നേരത്തെ. ഗെറ്റ് അപ്പ് എന്ന് പറയുന്നത് എഴുന്നേൽക്കുക. കുഡ് യു ഗെറ്റ് അപ്പ് ഏർലി? നിനക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിഞ്ഞോ. അടുത്തത് ക്വസ്റ്റ്യൻ വേർഡ്സുകൾ വെച്ചിട്ട് എന്ന് പറയുന്നത്, ഇതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ വേർഡ്സുകൾ എന്ന് പറയുമ്പോൾ എന്ത്, എവിടെ, എപ്പോൾ, എങ്ങനെ, അങ്ങനെയൊക്കെ പറയുന്നതാണ് ക്വസ്റ്റ്യൻ വേർഡ്സ്. അതൊക്കെയെന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ എന്ന് പറയുന്നത് ആ കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് നമുക്ക് അടുത്ത് നോക്കാം. എനിക്ക് വേണ്ടി നിനക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു അല്ലെങ്കിൽ സാധിച്ചു എന്നൊക്കെ ചോദിക്കും. എങ്ങനെയാണ്? വാട്ട് കുഡ് യു ഡു ഫോർ മീ? ഫോർ എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നാണ്. ഫോർ മീ, എനിക്ക് വേണ്ടി നിനക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, സാധിച്ചു. നിനക്ക് എങ്ങനെ അവളെ മറക്കാൻ കഴിഞ്ഞു എന്നെങ്ങനെ ചോദിക്കാം. എങ്ങനെ എന്ന് പറയുന്നത് ഹൗ എന്നുള്ളതാണ്. ഹൗ കുഡ് യു ഫോർഗെറ്റ് ഹെർ? ഫോർഗെറ്റ് എന്നുള്ളത് മറക്കുക. ഹൗ കുഡ് യു ഫോർഗെറ്റ് ഹെർ? നിനക്ക് എങ്ങനെ അവളെ മറക്കാൻ കഴിഞ്ഞു. അവൾക്ക് എങ്ങനെ ഇവിടെ വരാൻ കഴിഞ്ഞു എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ഹൗ കുഡ് ഷീ കം ഹിയർ? അവൾക്ക് എങ്ങനെ ഇവിടെ വരാൻ കഴിഞ്ഞു. അത് ആർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നങ്ങനെ ചോദിക്കാം. ആർക്ക് എന്നുള്ളത് ഹൂ എന്നുള്ളതാണ് പറയുക. ഹൂ കുഡ് ഡു ഇറ്റ്? അത് ആർക്ക് ചെയ്യാൻ കഴിഞ്ഞു അല്ലെങ്കിൽ സാധിച്ചു, പറ്റി, ചെയ്യാൻ കഴിയുമായിരുന്നു, അങ്ങനെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് പറയാവുന്നതാണ്. നിനക്ക് എങ്ങനെ എക്സാം വിജയിക്കാൻ കഴിഞ്ഞു എന്നെങ്ങനെ ചോദിക്കാം. ഹൗ കുഡ് യു പാസ് ദ എക്സാം? നിനക്ക് എങ്ങനെ എക്സാം വിജയിക്കാൻ കഴിഞ്ഞു. ഇതൊക്കെയെന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. എനിക്ക് എങ്ങനെ അത് ചെയ്യാൻ കഴിഞ്ഞു അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞു, അങ്ങനെ പല രീതികളിൽ ഒരു സാഹചര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പഠിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏതൊരു സാഹചര്യത്തിലും എന്ന് പറഞ്ഞാൽ നമുക്ക് 2 രീതിയിലായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോ നോക്കിയെന്ന് പറയുന്നത് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞോ എന്നാണ് ചോദിച്ചത്.
അതേ രീതിയിൽ തന്നെ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കാം. ലാസ്റ്റ് ലേ എന്നുള്ള രൂപം ചേരും. അപ്പൊ എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കുഡിന്റെ കൂടെ ഒരു നോട്ടും കൂടിയും ചേർത്ത് കൊടുക്കുക. കുഡ് നോട്ട് യു സ്റ്റഡി, നിനക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലേ എന്നാണ് വരിക. അപ്പൊ എന്ന് പറയുന്നത് കുഡ് നോട്ടിനെ നമുക്കൊന്ന് ഷോർട്ട് ആക്കിയിട്ട് പറയാൻ പറ്റുന്നതാണ്. അപ്പൊ കുഡിന്റ് എന്ന് പറയാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കുഡിന്റ്. അപ്പൊ നിനക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലേ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? കുഡിന്റ് യു സ്റ്റഡി, നിനക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലേ. നമുക്കതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അവർക്ക് വരാൻ കഴിഞ്ഞില്ലേ എന്നെങ്ങനെ പറയും? കുഡിൻ ദേ കം, അവർക്ക് വരാൻ കഴിഞ്ഞില്ലേ. നിനക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലേ എന്നെങ്ങനെ ചോദിക്കും? കുഡിന്റ് യു ഹെൽപ്പ്, നിനക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലേ. നിനക്ക് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ലേ എന്നെങ്ങനെ ചോദിക്കും? വിശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് കൺവിൻസ് എന്നാണ്. കുഡിന്റ് യു കൺവിൻസ്, നിനക്ക് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ലേ. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലേ എന്നെങ്ങനെ ചോദിക്കും? കുഡിൻ ഷീ ബിലീവ്, അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലേ. അവൾക്ക് അറിയിക്കാൻ കഴിഞ്ഞില്ലേ എന്നെങ്ങനെ ചോദിക്കും? അറിയിക്കുക എന്ന് പറയുന്നത് ഇൻഫോം എന്നുള്ളതാണ്. കുഡിൻ ഷീ ഇൻഫോം, അവൾക്ക് അറിയിക്കാൻ കഴിഞ്ഞില്ലേ. നമുക്ക് ഇതിന്റെ കൂടെയും എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സുകൾ വെച്ചിട്ട് എന്ന് പറയുന്നത് ചോദ്യം ചോദിക്കാൻ പറ്റുന്നതാണ്. ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്നത് എല്ലാ രീതികളും എന്ന് പറയുന്നത് വാട്ട്, വേറെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്ന് പറയുന്നത് എല്ലാ രീതികളും എന്ന് പറയുന്നത് എല്ലാ രീതികളിലുള്ള ക്വസ്റ്റ്യൻ വേർഡ്സും എന്ന് പറയുന്നത് ഇതിന് പൊതുവെ കാണാറില്ല. അധികം എന്ന് പറയുന്നത് വൈ ചേർത്തിട്ടുള്ള ചോദ്യമാണ് അധികവും ഇതിന് ചോദിക്കാറുള്ളത്. കാരണം എന്ന് പറയുന്നത് ഈ ഒരു വൈ ചേർത്ത് കഴിഞ്ഞാലാണ് ഈ ഒരു സാഹചര്യങ്ങൾ ക്രിയേറ്റ് ആക്കാൻ പറ്റും. അപ്പൊ എന്ന് പറയുന്നത് എനിക്ക് എന്തുകൊണ്ട് പഠിക്കാൻ കഴിഞ്ഞില്ല എന്നെങ്ങനെ ചോദിക്കും? വൈ കുഡിന്റ് യു സ്റ്റഡി, നിനക്ക് എന്തുകൊണ്ട് പഠിക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് എന്തുകൊണ്ട് പാടാൻ കഴിഞ്ഞില്ല? വൈ കുഡിൻ ഷീ സിംഗ്, അവൾക്ക് എന്തുകൊണ്ട് പാടാൻ കഴിഞ്ഞില്ല. അവന് എന്തുകൊണ്ട് നടക്കാൻ കഴിഞ്ഞില്ല എന്നെങ്ങനെ പറയും? വൈ കുഡിൻ ഹി വാക്ക്, അവന് എന്തുകൊണ്ട് നടക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് എന്തുകൊണ്ട് സഹായിക്കാൻ കഴിഞ്ഞില്ല? വൈ കുഡിന്റ് ദേ ഹെൽപ്പ്, അവർക്ക് എന്തുകൊണ്ട് സഹായിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ഇതിന്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണം നോക്കാം. ഇപ്പൊ നമ്മൾ ചെറിയ ഉദാഹരണം നോക്കരുത്, വലിയ രീതിയിലുള്ള നല്ല കുറച്ച് ലെങ്തി ആയിട്ടുള്ള കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. കൂടാതെ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചെയ്യാൻ കഴിഞ്ഞു, സാധിച്ചു, അങ്ങനെ ഒരുപാട് രീതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്ന ഒരു രീതി. ഈ ക്ലാസ്സിൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു 2 രീതിയിലുള്ള ചോദ്യങ്ങളും നമ്മൾ പഠിച്ച് ആ 2 രീതികളിലെ ചോദ്യവും അതുപോലെ തന്നെ ഉത്തരങ്ങളും കൃത്യമായിട്ട് എങ്ങനെ വെച്ചുകൊണ്ട് ഒരു കാര്യങ്ങൾ പറയാം, എങ്ങനെ ഒരാൾ ചോദിക്കുമ്പോൾ എങ്ങനെ കൃത്യമായിട്ട് മറുപടി പറയാം എന്നുള്ളതും കൂടെ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നുണ്ട്. നിനക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലേ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? കുഡിന്റ് യു ഡു ഇറ്റ്, ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക. കുഡിന്റ് യു ഡു ഇറ്റ്, നിനക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലേ, സാധിച്ചില്ലേ, കഴിയുമായിരുന്നില്ലേ എന്നൊക്കെ ഉള്ള അർത്ഥങ്ങൾ ഇതിന് വരും. ഓക്കെ, അടുത്ത ഉദാഹരണം നോക്കാം. നിനക്ക് നന്നായി പഠിക്കാൻ കഴിഞ്ഞില്ലേ എന്നെങ്ങനെ ചോദിക്കും? കുഡിന്റ് യു സ്റ്റഡി വെൽ, നിനക്ക് നന്നായി പഠിക്കാൻ കഴിഞ്ഞില്ലേ അല്ലെങ്കിൽ കഴിയുമായിരുന്നില്ലേ. അടുത്ത ഉദാഹരണം നോക്കാം. അവന് അത് എടുക്കാൻ കഴിഞ്ഞില്ലേ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? അവനത് എടുക്കാൻ കഴിഞ്ഞില്ലേ. എടുക്കുക എന്നുള്ളത് ടേക്ക് എന്നുള്ളതാണ്. കുഡിൻ ഹി ടേക്ക് ഇറ്റ്, അവനതെടുക്കാൻ കഴിഞ്ഞില്ലേ. അവൾക്ക് നന്നായി കളിക്കാൻ കഴിയുമായിരുന്നില്ലേ അതല്ലെങ്കിൽ കഴിഞ്ഞില്ലേ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? കുഡിൻ ഷീ പ്ലേ വെൽ, അവൾക്ക് നന്നായി കളിക്കാൻ കഴിയുമായിരുന്നില്ലേ, കളിക്കാൻ കഴിഞ്ഞില്ലേ എന്നുള്ള അർത്ഥങ്ങൾ വരും. അടുത്ത ഉദാഹരണം നോക്കാം. അവർക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ലേ അല്ലെങ്കിൽ കഴിഞ്ഞില്ലേ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? കുഡിൻ ദേ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി, അവർക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ലേ അല്ലെങ്കിൽ കഴിഞ്ഞില്ലേ. ഇതിൻ്റെ സ്ട്രക്ചർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ആദ്യം എന്ന് പറയുന്നത് കുഡിൻ്റെ ചേർക്കുക, പിന്നെ എന്ന് പറയുന്നത് ആരാണോ ഒരു കാര്യം ചെയ്യുന്നത്, പിന്നെ എന്താണോ പ്രവൃത്തി, ഈ ഒരു ഓർഡർ കറക്റ്റ് ചെയ്യുക. അപ്പോൾ തന്നെ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. എന്ത് ചേർത്ത് കൊടുക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തിട്ട് കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ ഉണ്ടാക്കിയിട്ട് നല്ലതുപോലെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ്സ് ചേർത്തുകൊണ്ടിട്ടുള്ള ഉദാഹരണം നോക്കാം. ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുമ്പം എല്ലാ വാക്കുകളും വരില്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈ മാത്രമാണ് ചേരുക. വൈ വെച്ചിട്ട് എന്ന് പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ചിട്ടുള്ള ഈ ഒരു രീതിയിലുള്ള കുറച്ചൊരു ഉദാഹരണം നോക്കാം. നിനക്ക് എന്തുകൊണ്ട് അവളെ സഹായിക്കാൻ കഴിഞ്ഞില്ല എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? നിനക്ക് എന്തുകൊണ്ട് അവളെ സഹായിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ കഴിയുമായിരുന്നില്ല. വൈ കുഡിന്റ് യു ഹെൽപ്പ് ഹെർ, നിനക്ക് എന്തുകൊണ്ട് അവളെ സഹായിക്കാൻ കഴിയുമായിരുന്നില്ല. ആദ്യം എന്ന് പറയുന്നത് വൈ ആണ് ചേർക്കേണ്ടത്. അത് കറക്റ്റ് അതിൻ്റെ ഒരു ഓർഡറിൽ തന്നെ കീപ്പ് ചെയ്തിട്ട് സംസാരിക്കാം. അടുത്തൊരു ഉദാഹരണം നോക്കാം. അവൾക്ക് എന്തുകൊണ്ട് എക്സാം വിജയിക്കാൻ കഴിഞ്ഞില്ല. വൈ കുഡിൻ ഷീ പാസ് ദ എക്സാം, അവൾക്ക് എന്തുകൊണ്ട് എക്സാം പാസ്സാവാൻ കഴിഞ്ഞില്ല, വിജയിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ഉദാഹരണം നോക്കാം.
നിനക്ക് എന്തുകൊണ്ട് നിന്റെ സ്വപ്നം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല? സ്വപ്നം എന്ന് പറയുന്നത് ഡ്രീം എന്നുള്ളതാണ്. നേടിയെടുക്കുക എന്ന് പറയുന്നത് അച്ചീവ് എന്ന് പറയും. വൈ കുഡിൻറ്റ് യു അച്ചീവ് യുവർ ഡ്രീം? നിന്റെ സ്വപ്നം എന്തുകൊണ്ട് നിനക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല? അടുത്ത ഉദാഹരണം നോക്കാം. അവൾക്ക് എന്തുകൊണ്ട് അവനെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ല എന്നങ്ങനെ ചോദിക്കും. വൈ കുഡിൻ ഷീ മാരി ഹിം? അവൾക്ക് എന്തുകൊണ്ട് അവനെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞു? നിങ്ങൾ ഓരോ ഫ്രേസസ് പഠിക്കുമ്പോൾ, ഫ്രേസസ് എന്ന് പറയുമ്പോൾ ഈ വാക്യങ്ങളുടെ രൂപങ്ങൾ, നമ്മൾ പഠിക്കുന്ന ഓരോ രൂപങ്ങളുണ്ട്, അവനാണ് ഫ്രേസസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ സംസാരത്തിലേക്ക് എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്ന് പറയുന്നത് സംസാരത്തിലേക്ക് ഉപയോഗിച്ചാൽ മാത്രമാണ് എപ്പോഴും അവിടെ ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്നതാണ്. അല്ലാതെ എന്ന് പറയുന്നത് നിങ്ങൾ മറന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. പിന്നെ കൂടാതെ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ഫ്രേസസ് പഠിക്കുമ്പോൾ എപ്പോഴും എന്ന് പറയുന്നത് ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അല്ലാതെ അർത്ഥം മാത്രം മനസ്സിലാക്കിയിട്ടുള്ള സാഹചര്യം, ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്ന് പറയുന്ന ആ സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അടുത്തതായി നമുക്ക് ക്യാനും അതുപോലെ തന്നെ കുഡും. ക്യാൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പഠിച്ചതാണ്. അതുപോലെ തന്നെ നമ്മൾ കുഡും കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും എന്ന് പറയുന്നത് പഠിച്ച കാര്യമാണ്. അത് കറക്റ്റായിട്ട് എന്ന് പറയുന്നത് ചേർത്ത് വെച്ചുകൊണ്ട് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഉദാഹരണം നോക്കാം. ക്യാൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പോഴുള്ള ഒരു കഴിവിനെ കുറിച്ചിട്ട് പറയും. എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും, പിന്നെ അല്ലെങ്കിൽ എനിക്ക് അത് ചെയ്യാൻ കഴിയും, അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ക്യാൻ ഉപയോഗിക്കുന്നത്. ക്യാനിൻ്റെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് വശം, എൻ്റെ പാസ്റ്റായിട്ട് വരുന്നതാണ് കുഡ് എന്ന് പറയുന്നത്. കുഡ് എന്ന് പറയുന്നത് എനിക്ക് പണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ കുഡ് ഉപയോഗിക്കുമ്പോൾ പാസ്റ്റിലുള്ള ഒരു കാര്യം പറയുമ്പോൾ കുഡ് ഉപയോഗിക്കാം. ഇപ്പോഴുള്ള ഒരു കഴിവിനെ കുറിച്ചിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ക്യാൻ ഉപയോഗിക്കാം. ഈ ഒരു രീതിയിലാണ് ക്യാനും കുഡും. നിങ്ങൾ ഇത്ര മാത്രമാണുള്ളൂ, അല്ലാതെ വലിയൊരു സംഭവമൊന്നുമില്ല. ഈ ഒരു രീതിയാണ് വരുന്നത്. പിന്നെ ക്യാനിനും കുഡിനും നല്ലതുപോലെ സംസാരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. കാരണം ഒരുപാട് അർത്ഥങ്ങൾ ഇതിന് വരുന്നതുകൊണ്ട് ഒരുപാട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ക്യാനിൻ്റെയും കുഡിൻ്റെയും കുറച്ച് ഉദാഹരണം നോക്കാം. അതേ ക്യാനിൻ്റെ നോക്കാം. ക്യാൻ എന്ന് പറയുന്നത് നിനക്കിത് ചെയ്യാൻ കഴിയുമോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. നിനക്കത് ചെയ്യാൻ കഴിയുമോ? ഇപ്പോൾ ഉള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. എനിക്കത് ചെയ്യാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ക്യാൻ യു ഡു ഇറ്റ്? നിനക്കത് ചെയ്യാൻ കഴിയുമോ? അതുപോലെ തന്നെ രണ്ടാമത്തെ രീതിയിലായിട്ട് ചോദിക്കുന്നതാണ് ഒരാളോട്, നിനക്കത് ചെയ്യാൻ കഴിയില്ലേ എന്നങ്ങനെ ചോദിക്കും. നിനക്കത് ചെയ്യാൻ കഴിയില്ലേ? അപ്പം ഒരു കഴിവിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. കാൺഡ് യു ഡു ഇറ്റ്? നിനക്കത് ചെയ്യാൻ കഴിയില്ലേ? രണ്ടാമത്തെ അതിന് ഒരു ആൻസർ പറയുകയാണ്, എനിക്കത് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്കത് ചെയ്യാൻ കഴിയില്ല. ഐ കാൺഡ് ഡു ഇറ്റ്. എനിക്കത് ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഒരു കഴിവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഒരു രീതി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇത് 4 രീതിയാണ് വരുന്നത്. ഏതൊരു സാഹചര്യത്തിലും എന്നുള്ള ഈ 4 രീതികൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻ വെച്ചിട്ട് എന്ന് പറയുന്നത് ചോദ്യം ചോദിക്കാനും അതുപോലെ തന്നെ ഉത്തരം പറയാനും എല്ലാ രീതിയിലും എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ക്യാൻ വെച്ചിട്ട് സംസാരിക്കാനും പറ്റുന്നതായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് കുഡിൻ്റെ ഉദാഹരണം നോക്കാം. എനിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞോ എന്നങ്ങനെ ചോദിക്കും. കഴിഞ്ഞോ എന്നാണ് പറയുന്നത്. കഴിഞ്ഞോ എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞ ഒരു സമയത്ത് നടന്നതാണ്, പാസ്റ്റിൽ നടന്ന കാര്യമാണ് ചോദിക്കുന്നത്. കുഡ് യു ഡു ഇറ്റ്? നിനക്കത് ചെയ്യാൻ കഴിഞ്ഞോ? ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കുഡ് യു ഡു ഇറ്റ്? നിനക്കത് ചെയ്യാൻ കഴിയുമായിരുന്നോ എന്നും പറയാം. കഴിയുമായിരുന്നോ? അത് പണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു. പണ്ടുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ രീതിയിലുള്ള ചോദ്യം ചോദിക്കാം. നിനക്കത് ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ അല്ലെങ്കിൽ കഴിഞ്ഞില്ലേ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. കുഡിൻറ്റ് യു ഡു ഇറ്റ്? നിനക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലേ എന്നുള്ളത്. അപ്പോൾ ഉത്തരം പറയാണ്, അതെ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു എന്നങ്ങനെ പറയും. ഐ കുഡ് ഡു ഇറ്റ്? എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു. ഐ കുഡ് ഡു ഇറ്റ്? എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ രണ്ടാമത്തെ രീതിയിലായിട്ട് ഇല്ല എന്നുള്ള നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ആൻസർ പറയാണ്. നോ, എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. നോ, ഐ കുഡിൻറ്റ് ഡു ഇറ്റ്? എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതിനും ക്യാനിനും പല രീതിയിലുള്ള അർത്ഥങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ 4 രീതികളിലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കുക. ആദ്യം എന്ന് പറയുന്ന 2 ചോദ്യവും പിന്നെ അതുപോലെ തന്നെ 2 ഉത്തരവും വെച്ചുകൊണ്ടുള്ള ഉദാഹരണങ്ങൾ നോക്കി പ്രാക്ടീസ് ചെയ്യുക. കാരണം ഈ ഒരു രീതി പഠിച്ചാൽ തന്നെ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ ഒരു ക്യാൻ അതുപോലെ തന്നെ കുഡിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ പഠിച്ചതുപോലെയാണുള്ളത്. അപ്പോൾ എന്ന് പറയുന്നത് ഈ രീതിയിൽ തന്നെ നല്ലതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ തന്നെ എന്ന് പറയുന്നത് ക്യാനും കുഡും എന്ന് പറയുന്നത് തെറ്റിപ്പോകാതെ എപ്പോഴും എന്ന് പറയുന്നത് ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് സംസാരത്തിനാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാനും പിന്നെ അതുപോലെ തന്നെ വായിക്കുമ്പോഴൊക്കെ എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കാവുന്നതാണ്. കൂടാതെ ക്ലാസ് സംബന്ധമായിട്ടുള്ള എന്ത് അഭിപ്രായങ്ങളും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് മനസ്സിലാക്കുവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കാൻ പറ്റുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ എന്ന് പറയുന്നത് നിങ്ങൾ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടുള്ള വീഡിയോസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചു തരാൻ പറ്റുകയുള്ളൂ.
അപ്പൊ എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.